ഏറെ ജനപ്രിയനായ ഒരു നേതാവായിരുന്നു VK പ്രശാന്ത് MLA. മേയർ ബ്രോ, തിരുവനന്തപുരം മേയർ ബ്രോ. അന്നൊക്കെ അദ്ദേഹം എത്ര വിനയാന്വിതനായി ആണ്, ചിരിച്ച മുഖത്തോടെ അല്ലാതെ അദ്ദേഹത്തെ കാണാനേ കഴിയില്ലായിരുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും മേയർ ബ്രോയെ അത്ര പ്രിയമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം MLA ആയി, വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ നമ്മൾ ഒരു ഫേക്കായിട്ട് ഒരു ഇടത്ത് നിൽക്കുമ്പോൾ ഒരുപാട് കാലവും നമുക്ക് ഫേക്കായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലെ ആ സ്വത്വം, യഥാർത്ഥം എന്താണെന്നുള്ളത് പുറത്ത് എന്നായാലും പുറത്തു വരും എന്നുള്ളതാണ്. അതിന് അനുകൂല സാഹചര്യം വരുമ്പോൾ പുറത്ത്. അതാണ് ഇന്നിപ്പോൾ കേരളം കാണുന്നത്. അതിന്റെ ഒരു ചെറിയ ട്രോളുണ്ട്, അതൊന്ന് നമുക്ക് കാണാം. എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLA മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എന്നിട്ട് അപ്പൊ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിലെ ഒരു സൗകര്യമായിട്ടുള്ള ഒരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. MLA-ക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന ഇന്നലെ വന്ന മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? താനെന്ത് ഊളത്തരവാടാ ഈ പറയുന്നത്? അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനാണ് MLA-യുടെ ഓഫീസ് ഉള്ളത്. കൂടുതൽ ആളുകൾക്ക് വരേണ്ടതായിട്ട് വരും, പല കാര്യങ്ങൾക്ക് വരേണ്ടതായിട്ട് വരും. അപ്പൊ അവരെ സംബന്ധിച്ച് ഓഫീസ് പ്രവർത്തനം വളരെ തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള സമയവും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറാൻ ആലോചിച്ചത്. കണ്ടില്ലേ, ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ VK പ്രശാന്ത് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ തീർത്തും ഒരു രാഷ്ട്രീയക്കാരനായി പ്രതികരിക്കുകയാണ്. അതായത് ഒരു CPM കാരൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ VK പ്രശാന്ത് ഒരു CPM കാരൻ അല്ലെങ്കിൽ ഒരു LDF കാരനായത്. അതെ. അപ്പൊ ആ പറയുന്ന ഒരു ധാർഷ്ട്യം, ഞാൻ മേയറായിരുന്നു, ഞാൻ MLA, ഞാൻ അതായത് ആ അധികാരത്തിന്റെ ഹുങ്കാണ്. എന്നിട്ട് ഒരു കൗൺസിലറായ ഒരു ആളെ താറടിക്കുന്ന രീതിയിൽ, എന്താണ്, നിങ്ങൾ വെറും ഒരു കൗൺസിലർ, ഇന്നലെ വന്ന വാർഡ് കൗൺസിലർ. ചേച്ചി, അതിന്റെ അകത്തൊരു കാര്യമുണ്ട്. ഇന്നലെ വന്നോ മിനിങ്ങാന്ന് വന്നോ എന്നുള്ളതൊന്നും കാര്യമില്ല. അവർ VK പ്രശാന്തിന്റെ MLA ഓഫീസിൽ പോയിട്ടല്ല യഥാർത്ഥത്തിൽ പറയുന്നത് ഈ സ്ഥലം ഒഴിഞ്ഞു തരണമെന്ന്. കൗൺസിലർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് MLA ഇരുന്നത് ഇടമാണോ അത്? ആ സ്ഥലമാണ് അവർക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് അവർ വേണമെന്ന് പറഞ്ഞത്. അത് അവർക്ക് അവിടെ വീട് കെട്ടി അവർക്ക് താമസിക്കാനല്ല, ജനസേവനത്തിനായി. ആ കൗൺസിലർക്ക് അവിടെ ഇരുന്ന് ജനങ്ങളുമായി സംവദിക്കാനുള്ള ഇടമാണ്. അല്ല, VK പ്രശാന്ത് കൗൺസിലർ ആയിരുന്ന സമയത്താണല്ലോ ഇവിടെ ഈ സ്ഥലത്ത്. പക്ഷെ അത് കഴിഞ്ഞ് MLA ആയി കഴിയുമ്പോ ആ സ്ഥലം മാറിക്കൊടുക്കണമെന്നുള്ള ഒരു സാമാന്യ ബോധം ആൾക്കില്ലേ? ഈ കുടിയേറി പാർത്തിട്ട് അവിടെ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട്. കുറച്ച് തല വയ്ക്കാൻ സ്ഥലം കൊടുത്തു കഴിയുമ്പോ കയറി അവിടെ അല്ല, ഈ ഒരു വിഷയം വന്നതോടുകൂടി കുറെ കാര്യങ്ങളിൽ ഒരു മാറ്റം വന്നു. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് LDF-ന്റെ കുത്തകയായിരുന്നു. ആദ്യമായിട്ടാണ് 50-ലധികം വർഷമാണ് ആദ്യമായിട്ടായിരിക്കും LDF-ന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നത്. BJP അധികാരത്തിൽ വരുന്നു. എന്താണ്, കേരളത്തിലെ ആദ്യമായി BJP ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നു. അവിടെ ഇത്രത്തോളം വാടക പോലും കൃത്യമായി കൊടുക്കാതെ 900 രൂപയ്ക്ക് അകത്തുള്ള ഒരു വാടക എമൗണ്ട് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കെട്ടിടത്തിന്. അപ്പൊ അത്രയും പറ്റിപ്പ്, അല്ലെങ്കിൽ അത്രത്തോളം പൊതുജനത്തെ പറ്റിച്ചിരുന്നു. അല്ല, ഒരു ചാനൽ ചർച്ചയിൽ ഇത് ചോദിക്കുകയാണ്, ആങ്കർ ചോദിക്കുകയാണ്, വാടക പെൻഡിങ് ഉണ്ടായിരുന്നില്ലേ എന്ന്. 1 വർഷത്തെ വാടക പെൻഡിങ് ഉണ്ടായിരുന്നു എന്നിട്ട് VK പ്രശാന്ത് ആൾക്കാർ കാണുന്ന ചാനൽ ചർച്ചയിൽ പറയുകയാണ് 3 മാസത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു, അതിപ്പോ കൊടുത്തു എന്ന്. പക്ഷെ അത് 3 മാസത്തെ അല്ല, 1 വർഷത്തെ വാടക പെൻഡിങ് ഉണ്ടായിരുന്നു. അല്ല ചേച്ചി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ 1 വർഷത്തെ വാടക പെൻഡിങ് ഉണ്ടായിട്ടും അത് കോർപ്പറേഷൻ കെട്ടിടമാണെന്നാണല്ലോ, എന്തുകൊണ്ട് കോർപ്പറേഷൻ കത്തയക്കുന്നില്ല? അപ്പൊ അവർ അധികാരത്തിലിരിക്കുമ്പോ അവർക്ക് എന്തുമാകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കത്തുകൾ വരാതെയും വാടക കൊടുക്കാതെയും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. പിൻവാതിൽ നിയമനങ്ങൾ, ബന്ധു നിയമനങ്ങൾ, അതായത് താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നതിലെല്ലാം തികഞ്ഞ അഴിമതിയുണ്ട്. അപ്പോ
ഇത്രയും കൊല്ലം ഇവർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കരുതിയില്ല ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമെന്നും നാളെ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇവർക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ അധികാര കൈമാറ്റം വരികയും ഇനി എവിടെ തുടങ്ങണമെന്ന് അവർക്ക് പോലും അറിയാത്തൊരവസ്ഥയാണ്. പിന്നെ വേറൊരു കാര്യം, KSRTCയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ. അപ്പൊ അതില് ഇപ്പൊ VV രാജേഷ് വന്നിട്ട് തുടങ്ങി വെച്ച ഒരു ഇഷ്യൂ അല്ല. മുൻപ് ആര്യ രാജേന്ദ്രൻ, ഒരുപാട് കാര്യത്തിൽ ആര്യ രാജേന്ദ്രനെ വിയോജിപ്പുണ്ട്, എല്ലാവരും കുറ്റം പറയുമെങ്കിൽ പോലും ആര്യ രാജേന്ദ്രനും ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ തന്റെ പരിമിതിക്കുള്ളിൽ നിന്നാണ്. അതെ, അത് പിന്നെ ഒരു CPM കാര്യമാകുമ്പോ പരിമിതികൾ ഒരുപാടുണ്ടാവുമല്ലോ. അതും CPM-നെതിരെ പറയാൻ പറ്റില്ല. CPM പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ആ CPM കാരിയായ മേയറിന്റെ ജോലി എന്ന് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എന്നാലും അവർ പരാമർശിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ട ആ വീഡിയോയിൽ VK പ്രശാന്തിന്റെ ആ ധാർഷ്ട്യം, അഹങ്കാരം ഒന്നുമില്ലെങ്കിലും അവരിപ്പോ ഒരു കൗൺസിലർ ആണ് എന്നതിലുപരി അവർ എന്തായിരുന്നു ഇതിനു മുന്നേ? ഒരു DGP ആയിരുന്നു. അവർ IPS കാരിയാണ്. അതൊന്നും ഈ VK പ്രശാന്ത് മറന്നു പോകരുത്. അവരുടെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, അവർ BJP കാരിയാണ്. ഇപ്പൊ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാണകത്തിൽ ചവിട്ടിയവരാണ് എന്ന് പറയും. അതൊക്കെ ഇവരുടെ ആക്ഷേപിക്കാൻ, എതിരാളിയെ ആക്ഷേപിക്കാൻ എന്തും പറയുന്നവരാണ്. അല്ലെ, അതിനകത്ത് എനിക്കൊരു വിയോജിപ്പുണ്ട്. DGP ആയാലും അവർക്ക് കിട്ടേണ്ട ബഹുമാനം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്ന ബഹുമാനമാണ്. അതെ, അതായത് ഞാൻ പറഞ്ഞു വന്നത് അത് കിട്ടണം. അവർ ഇന്നലെ കൗൺസിലർ ആയാലും ഇനി 10 കൊല്ലം മുമ്പേ കൗൺസിലർ ആയിരുന്നുവെങ്കിൽ അവരിപ്പോൾ എന്താണ്? അവർ അവിടുത്തെ ശാസ്ത്രമംഗലത്തെ കൗൺസിലറാണ്. ആ പരിഗണന അവർക്ക് ഇനി MLA ആയാലും ആരായാലും അവർക്ക് ആ പരിഗണന കൊടുക്കണം. അല്ലാതെ ഞാൻ MLA ആണ്, എന്നെക്കാൾ താഴെയാണ് ആ കൗൺസിലർ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അപ്പൊ ഈ മനുഷ്യൻ MLA ആയ ഈ VK പ്രശാന്ത് ജനങ്ങളോട് ഏത് രീതിയിലായിരിക്കും പെരുമാറുക എന്നൊന്ന് ആലോചിച്ചു. അതിനകത്തൊരു കാര്യമുണ്ട് ചേച്ചി. നമ്മള് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന്റെ മേയർ ബ്രോ ആയിരുന്നു VK പ്രശാന്ത്. VK പ്രശാന്തിന് അത്ര നല്ലൊരു മുഖമുണ്ടായിരുന്നു, അതൊക്കെ സത്യമാണ്. അതിനുശേഷമാണ് വട്ടിയൂർക്കാവിൽ നിന്ന് ജയിക്കുന്നത്. അപ്പോ അത്രയും നാൾ VK പ്രശാന്ത് എന്ന സൗമ്യനായ, നമ്മൾ സാധാരണ പറയുന്ന അങ്ങനെയല്ലേ, സൗമ്യ മുഖമായിരുന്നു, എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്ന വ്യക്തിയാണ്, ചിരിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങളെ നേരിടുന്നു എന്ന് പറയുന്നിടത്ത് യഥാർത്ഥ VK പ്രശാന്തിന്റെ മുഖം പൊതുസമൂഹത്തിന് മുന്നിൽ അഴിഞ്ഞു വീഴുന്നത് ഇപ്പോഴാണെന്ന് പറയാം. CPM കാരനായ VK പ്രശാന്ത്, ശ്രീലേഖ IPS, അവർക്ക് വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് ഈ VK പ്രശാന്ത്. ഇപ്പൊ ഈ ഇഷ്യൂ വരുമ്പോ അവർ സ്വകാര്യമായി സംസാരിച്ചത്, അതായത് മകന്റെ കല്യാണത്തിനും കൊണ്ട് നല്ല സഹകരണമായിരുന്നു. അവരെ ഒരു വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്നവരാണ്. അവരെ കുറിച്ചാണ് ഈ VK പ്രശാന്ത് ഇപ്പൊ നമ്മൾ കണ്ട ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ്? പിന്നെ വെറും ഒരു കൗൺസിലർ ഇന്നലെ വന്ന് കയറിയത്, അത് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരന് ചേർന്ന ഒരു വാക്കേ അല്ല. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, മാർച്ച് 31 വരെയാണ് തങ്ങൾക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിൽക്കാം. കാര്യം നമ്മൾ എഗ്രിമെന്റ് ഒക്കെ സാധാരണ വെക്കുന്നതാണല്ലോ, നിൽക്കാം. അത് കഴിഞ്ഞ് ഒഴിയണമെന്ന് പറഞ്ഞാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. താൻ ഒരു തരത്തിലും ഇതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച, 1 ഇഞ്ച് പിന്നിലേക്കില്ല എന്ന് പറഞ്ഞ് VK പ്രശാന്ത് വീരവാദം പറഞ്ഞു എന്നല്ല, വീരസ്യം അടിച്ച അതേ VK പ്രശാന്ത് ഇപ്പൊ പറയുന്നു മാറാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പിന്നെ VK പ്രശാന്ത് ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ മാത്രം ഫോക്കസ്ഡ് ആവും, കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് പോകും, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇതിനൊക്കെ അപ്പുറം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണല്ലോ, തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്ന ബോധ്യത്തിന്റെ പേരിലാണ് VK പ്രശാന്ത് ഇങ്ങനെ ഇത്തരം ഒരു മാറ്റം അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നതും മാറുന്നതും ഒക്കെ. ഇപ്പൊ മരുതകുഴിയിലൊക്കെ മറ്റൊരു ഓഫീസ് എടുത്തിട്ടുണ്ട്, എന്നാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് പ്രതികരിച്ചത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അന്നും സൗമ്യമായി, എന്റെ ഒരു അഭിപ്രായത്തിൽ അന്നും VK പ്രശാന്ത് വളരെ സൗമ്യമായി പ്രതികരിച്ചിരുന്നു എങ്കിൽ ഒരു സഹതാപ തരംഗം എന്നതിനപ്പുറം VK പ്രശാന്ത് ഇങ്ങനെ ധാർഷ്ട്യമില്ലാതെ സംസാരിച്ചു ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ടും ഇഷ്ടവും ജനങ്ങളിൽ തുടരും. കാരണം ഇപ്പൊ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലവും ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ആ ധാർഷ്ട്യം, CPM കാരന്റെ ആ ധാർഷ്ട്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്ത് പറഞ്ഞാൽ അതൊരു സഹപ്രവർത്തക തന്നെയാണ് കൗൺസിലർ. അത് ഞാൻ MLA ആണ്, അവർ വെറും ഒരു കൗൺസിലറാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ്, ഇതേ ആറ്റിറ്റ്യൂഡ് ഇയാളുടെ ഉള്ളിൽ ജനങ്ങളോടും ഉണ്ട് എന്നുള്ളതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുമല്ലോ, ഇതൊക്കെ മാറ്റിവെച്ച് എളിമയോടെ പുഞ്ചിരിയോടെ. അതല്ല, ഇപ്പൊ കണ്ടതാണ് ഇയാളുടെ യഥാർത്ഥ മുഖം എന്ന് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അതിനുള്ള മറുപടി ഈ ജനങ്ങൾ കൊടുക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല.